വെൽക്കം ടു ഓൾ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് SCERT ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 6ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ലോകമെന്നാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? വൈവിധ്യങ്ങളുടെ ലോകമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. കാലാവസ്ഥയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഭൂമികളെ കുറിച്ചിട്ടൊക്കെയല്ലേ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നോക്കി ഇവിടെ നമുക്ക് ഒട്ടകത്തിന് നൽകിയിട്ടുണ്ടല്ലേ, ഒട്ടകം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാണിച്ചിരിക്കുന്നത്? മരുഭൂമി കാണിച്ചിട്ടുണ്ട്. കുറേ മരങ്ങളുള്ളത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാടങ്ങളും കുളങ്ങളും കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമായിട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഏതൊക്കെ സസ്യജാലങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്, അതുപോലെ തന്നെ അവയെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. നോക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം എന്ന് പറയുന്നത്? നോക്കി ഈ സസ്യജാലങ്ങൾ വ്യത്യാസമാണല്ലേ. ഓരോ ഫോട്ടോസിലും ചിലതിൽ നന്നായിട്ട് ചെടി നൽകിയിട്ടുണ്ട്, ചിലതിലാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ കുറവാണ്, ചിലതിലാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ ഒട്ടും തീരെയില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള മരുഭൂമികളും അങ്ങനെ ഓരോന്നൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി പലതും ഡിഫറൻസ് ഉണ്ടെന്നല്ലേ. സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സസ്യങ്ങളിൽ മാത്രമാണോ അല്ല അല്ലേ, ജന്തുജാലങ്ങൾ അതുപോലെ തന്നെ ജനജീവിതം അല്ലേ. എല്ലാവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണല്ലേ. ഓരോരുത്തർക്കും ഓരോ കൾച്ചറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്? കാലാവസ്ഥയെ കുറിച്ചിട്ടൊക്കെയാണല്ലേ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഓരോ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളായിരിക്കണം ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരുടെ ജീവിതം. ക്ലൈമറ്റ് അതുപോലെ തന്നെ ക്ലൈമറ്റിനൊക്കെ ഡിഫറൻസ് മൂലമായിരിക്കില്ലേ ഓരോരുത്തരുടെ ജീവിതങ്ങളും. അതുപോലെ തന്നെ ആചാരങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ വസ്ത്രധാരണ രീതിയാണെന്നുണ്ടെങ്കിലും ജീവികളാണെന്നുണ്ടെങ്കിലും ഒക്കെ സസ്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ ഡിഫറൻസ് വരുന്നതിന് കാരണം എന്താണ്? ഈ കാലാവസ്ഥയിലെ മേഖലയിലെ വ്യത്യാസം കാരണമാണ് അല്ലേ. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളെയാണ് കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയുന്നത്. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ എന്താണ്? സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളെയാണ് കാലാവസ്ഥാ മേഖലകൾ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ വൻകരകളെ കുറിച്ച് പഠിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് കണ്ട് നോക്കാം. ലോകത്തിലെ വൻകരകളിലെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളാണ്. അപ്പോൾ നമുക്ക് ഓരോ മേഖലകൾ നോക്കാം. മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ. ഫസ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ അല്ലേ. ഉഷ്ണഭൂമികളാണ്, പക്ഷെ എന്താണ് അവിടെ മഴ ഒഴിയുന്നില്ല. എന്ത് കാരണമായിരിക്കാം? ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായിട്ട് തയ്യാറെടുക്കുന്ന പിൻഗാമികളെയാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? വേട്ടയാടലിനാണ് പോകുന്നത്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. അപ്പോൾ ഇവരെന്താണ് വിളിക്കുന്നത്? നമ്മെ പിഗ്മികൾ അല്ലേ. പിഗ്മികൾ എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇവരെ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഉയരം കുറവാണ് അല്ലേ. ഉയരം കുറവാണ്, അതുപോലെ തന്നെ ശരീരപ്രകൃതമാണ് ഉയരം കുറഞ്ഞത്, അതുപോലെ തന്നെ ഇരുണ്ട നിറമാണ് അല്ലേ ഇവർക്കുള്ളത്. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് കേട്ടോ. കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത്. കസാവ അല്ലെങ്കിൽ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഭക്ഷണമാക്കുന്നത്? കസാവ ഭക്ഷണമാക്കും അല്ലേ, മരച്ചീനി ഭക്ഷണമാക്കും, അതുപോലെ തന്നെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്? ഇവരുടെ വസ്ത്രധാരണ രീതി എന്താണ്? മാനിൻ്റെ തുകലും ഇലകളും വെച്ചിട്ടാണ് ഇവർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. മരച്ചില്ലകളും വലിയ ഇലകളും മോലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. എങ്ങനെയാണ് ഇവർ വീടുണ്ടാക്കുന്നത്? എന്തുകൊണ്ടൊക്കെയാണ്? മരച്ചില്ല, അതുപോലെ തന്നെ വലിയ ഇലകൾ, പിന്നെ ഓലകളൊക്കെ കൊണ്ടാണ് അർദ്ധവൃത്താകൃതിയിലാണ് ഇവർ വീടുണ്ടാക്കുന്നത്. വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ. എന്താണ്? വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും അതുപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ ഇവരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികളിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ പിഗ്മികളുണ്ട്. പിഗ്മികൾ എന്ന് പറയുന്നത് വേട്ടയാടലാണ് അവർ പ്രധാന അതുപോലെ തന്നെ എന്താണ്? കസാവ മരച്ചീനിയാണ് അവരുടെ പ്രധാന ഭക്ഷണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഭക്ഷിക്കുന്നത്?
കായ്കനികളും അതുപോലെ തന്നെ വേട്ടയാടി കിട്ടിയ മാംസമൊക്കെ ഇവർ ഭക്ഷിക്കാറുണ്ട്. ഇവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. മാനിൻ്റെ തുകലും അതുപോലെ തന്നെ എന്താണ് ഇലകളും ഇലകളും ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവരുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ വീടുണ്ടാക്കുന്ന അർദ്ധവൃത്താകൃതിയിലാണ്. എന്തൊക്കെ വെച്ചിട്ടായിരിക്കണം അർദ്ധവൃത്താകൃതിയിൽ വീടുണ്ടാക്കുന്നത്? നോക്കി വലിയ ഇലകൾ, ഓലകൾ, അതുപോലെ തന്നെ മരച്ചിലകളൊക്കെ വെച്ചിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നത്. നോക്കി ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഈ പിക്ചർ എന്താണ്? പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. അപ്പോൾ ഇവരെവിടെയാണ് കൂടുതലായിട്ട് വസിക്കുന്നത്? എവിടെയാണ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതടം. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് പിഗ്മികൾ അധിവസിക്കുന്നത്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നതാണ്ടോ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ പ്രത്യേകത എന്താണ്? വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ. നോക്കിയേ, നല്ല താപം ഉണ്ടല്ലേ, അവിടെ നല്ല ചൂടുണ്ട്, എന്നാൽ നല്ല മഴയുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപമാണ്, എന്നാൽ ഉച്ചയ്ക്ക് ശേഷം എന്താ ലഭിക്കുകയാണ്? ഇടിമിന്നലോട് കൂടി മഴ ലഭിക്കുകയാണ് അല്ലേ. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളുണ്ട്. കാരണം എന്താണ്? അവിടെ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്, അതിനനുസരിച്ച് എന്താണ്? വെളിച്ചം ലഭിക്കുന്നുണ്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്? കൂടുതലും വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും അടിക്കാടുകൾ, പായൽ വർഗ്ഗങ്ങൾ, സസ്യജാലങ്ങൾ, അതുപോലെ തന്നെ മരവാഴകളൊക്കെ നന്നായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അല്ലേ. അതുപോലെ തന്നെ അതിനനുസരിച്ച് എന്തുണ്ടായിരിക്കാം? വൈവിധ്യമാർന്ന ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനിടയിൽ വൈവിധ്യമാർന്ന ജന്തുക്കളൊക്കെ ഉണ്ടായിരിക്കാം. എന്തായിരിക്കും ഈ സവിശേഷതകൾക്കുള്ള കാരണം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, നേരം മഴയാണ്, അതുപോലെ തന്നെ എന്താണ് ഉച്ചയ്ക്ക് ശേഷം നേരം മഴയാണ്, അതുപോലെ തന്നെ ഫുള്ള് അന്തരീക്ഷ താപനില കൂടുതലാണെന്ന് പറഞ്ഞു. ഇതെന്തായിരിക്കും ഇങ്ങനെ സവിശേഷതകൾക്ക് കാരണം? ഭൂമിയിലെ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത എന്ന് പറയുന്നത് ഒരുപോലെയല്ല ലഭിക്കുന്നത്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. അപ്പോൾ ഈ ആഫ്രിക്കൻ കോങ്കോ ദളം എന്ന് പറയുന്നത് ഏതിനോടാണ്? ഭൂമധ്യരേഖ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. ഭൂമധ്യരേഖയും അക്ഷാംശ രേഖയും രേഖാംശ രേഖയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് എന്താണ്? ഭൂമധ്യരേഖയാണ്. നടുക്ക് കാണപ്പെടുന്നതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കാണപ്പെടുന്നത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നു, ഉച്ചയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ മേൽപ്പറഞ്ഞ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സവിശേഷതകളാണ് ഇവിടുത്തെ എന്താണ് സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ കൂടാതെ മറ്റു വൻകരകളിലും ഭൂമധ്യരേഖയോടടുത്ത് ഉണ്ടാവും അല്ലേ. ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന കുറേ ആഫ്രിക്ക അല്ലാതെ വേറെ വൻകരകളുണ്ടായിരിക്കാം. ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. അതാണല്ലേ ചോദിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലേ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം അറിയാലോ അല്ലേ. തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ സവിശേഷതകൾ തന്നെയാണ് ഉള്ളത്. ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സൊമാങ്ങുകൾ. എന്താണ്? ആമസോൺ തടത്തിലെ ആരാണ്? ഗോത്രവർഗ്ഗക്കാർ. മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബൂതയാക്ക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പോൾ ഏതാണ് പറഞ്ഞത്? ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് മലേഷ്യ പറഞ്ഞു അല്ലേ. മലേഷ്യയിലെ സൊമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബൂതയാക്ക് എന്നിവരൊക്കെ എന്താണ്? എവിടെയാണ് താമസിക്കുന്നത്? വനങ്ങളിൽ വസിക്കുന്നവയാണ്. അപ്പോൾ പിഗ്മികൾ അവിടെ നമ്മൾ പറഞ്ഞത് ആഫ്രിക്കയിലെ പിഗ്മികൾ, ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ. പിന്നെ ഏതാ പറഞ്ഞത്? നമ്മെ മലേഷ്യയും ഇന്തോനേഷ്യയും പറഞ്ഞതേ. മലേഷ്യയിലെ സൊമാങ്ങുകളും അതുപോലെ സെമാങ്ങുകളും ഇന്തോനേഷ്യയിലെ കുബൂതയാക്ക് എന്നിവരും വനങ്ങളിൽ വസിക്കുന്നവരാണ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഈ മേഖലയെയാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. ഈ മേഖലയെയാണ് എന്തറിയപ്പെടുന്നത്? മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. അതായത് എന്താ പറയുന്നത്, ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 10 ഡിഗ്രിയും തെക്ക് 10 ഡിഗ്രിയും വസിക്കുന്നവരാണ് അവരെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ആമസോൺ നദീതടത്തിലെയും പിന്നെ മലേഷ്യയിലെ ഇന്തോനേഷ്യയിലെ വിഭാഗക്കാർ എന്ന് പറയുന്നത്. അത് കാരണം തന്നെ ഈ മേഖലയിൽ എന്താണ് അറിയപ്പെടുന്നത്? മധ്യരേഖ കാലാവസ്ഥാ മേഖല, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ മരങ്ങൾ ഏതൊക്കെയാണ്? മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളാണ്. ഇവിടെ ഏതുനേരം മഴ ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ, കാരണം സസ്യങ്ങളും മരങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നോക്കിയേ, മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ ഇവിടുത്തെ സവിശേഷതയാണ്. ഈ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ്. സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അപ്പോൾ ഏത് നേരം മഴ ലഭിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ലഭിക്കുന്നുണ്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല പൊഴിയേണ്ട കാര്യം ഇല്ല, കാരണം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, മരങ്ങൾ ഇല പൊഴിയുന്നില്ല. അതിനാൽ ഈ വനങ്ങളെയാണ് മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. നിത്യഹരിത വനങ്ങൾ എപ്പോഴും ഹരിതമായിരിക്കുന്ന വനങ്ങളാണ് അല്ലേ. അപ്പോൾ നിത്യഹരിത വനങ്ങളായിരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് നേരം എന്തുണ്ടായിരിക്കണം? അതിനനുസരിച്ചുള്ള സൂര്യപ്രകാശവും അതിനനുസരിച്ചുള്ള വെള്ളവും ലഭിക്കണം അല്ലേ. അപ്പോൾ അത് കാരണം ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. അപ്പോൾ അവിടുത്തെ പ്രധാന ഉപജീവന മാർഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വനവിഭവ ശേഖരണമാണ്. അവിടെ കൂടുതൽ മരങ്ങളാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരുടെ എന്തായിരിക്കണം? വനവിഭവ ശേഖരണമായിരിക്കണം പ്രധാന ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണപ്പെടുന്ന ജീവികളൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കിയേ. ആൾക്കുരങ്ങ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒറാങ്ങുട്ടാൻ, പിന്നെന്താണ് ലെമർ, പിന്നെന്താണ് നൽകിയിട്ടുള്ളത്? പാമ്പ്, വേഴാമ്പൽ, തത്ത എന്നിവരൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ആൾക്കുരങ്ങുകൾ, ലമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങ് വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ജന്തുജാലങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു പറഞ്ഞത്? കുരങ്ങുകൾ, ലമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണ്ണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. നമ്മൾ പറഞ്ഞില്ലേ അവിടെ വനങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് പറയുന്നത്? അവിടെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളായിരിക്കില്ലല്ലോ, ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ മേഖലയിൽ ഉൾപ്പെടുന്ന ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? നമ്മൾ പറഞ്ഞില്ലേ വനമേഖലകളിലാണ് കാരണമാണ് കൂടുതലായിട്ട് നടക്കുന്നത്? വനവിഭവ ശേഖരണം നടക്കുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്? വ്യവസായങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളാണ്. അതിപ്പോൾ എന്തായിട്ട് മാറി? വൻ നഗരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാരണം തന്നെ ഓക്കെ. ഇവിടെ ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തെക്കേ അമേരിക്കയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. നമ്മൾ പറഞ്ഞൂല്ലേ, ഉയർന്ന പകൽ ചൂടും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. അപ്പോൾ ആമസോൺ നദീതടം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആമസോൺ നദീതടമാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. അവിടെ ഉയർന്ന പകൽ ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയും കൂടിയുള്ള കാരണം തന്നെ അവിടെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട്
ജീവവൈവിധ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ചെറിയ സസ്യങ്ങൾ മുതൽ വലിയ സസ്യങ്ങൾ വരെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം ജീവികളും പക്ഷികളൊക്കെ ജന്തുക്കളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നോക്കിയേ, നെക്സ്റ്റ് എന്താണ്? മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. മണൽപ്പരപ്പുകൾ നമുക്ക് എന്തായാലും മരുഭൂമിയാണല്ലേ ഓർമ്മ വരുന്നത് മണൽ എന്ന് പറയുമ്പോൾ. കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ തോറക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ ഇവരൊക്കെയാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ തോറക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഏതൊക്കെയാണ്? കലഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ തോറക് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ എന്നിവരൊക്കെ എന്താണ്? എവിടെ താമസിക്കുന്നവരാണ്? ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിത രീതിയാണ് ഇവരുടേത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവരൊക്കെ ആരൊക്കെയാണ്? ഏതൊക്കെ ഗോത്രവർഗ്ഗക്കാർ പറഞ്ഞു? കലഹാരിയിലെ ബുഷ്മൻ പറഞ്ഞു, പശ്ചിമ സഹാറയിലെ തോറക് വംശജർ, അതുപോലെ തന്നെ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ എന്നിവരാണ് ഇവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത്. രണ്ട് അർദ്ധഗോളങ്ങളിലും ഇവർ എങ്ങനെയാണ് ഇവിടുത്തെ അക്ഷാംശം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും എന്ന് പറഞ്ഞു അല്ലേ? ഏത് മധ്യരേഖ കാലാവസ്ഥ മേഖലയാണ്. രണ്ട് അർദ്ധഗോളങ്ങളിലും 20 മുതൽ 30 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ 10 പറഞ്ഞില്ല, ബാക്കി 20, 30 അല്ലേ? 20നും 30നും ഇടയിലായിട്ടാണ് ഈ ഉഷ്ണമരുഭൂമികൾ സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? വനവിഭവ ശേഖരണം, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ നൽകിയിട്ടുണ്ട്? ഇവിടെ നമുക്ക് വനവിഭവ ശേഖരണം നടക്കില്ല അല്ലേ? കാരണം എന്താണ്? ഇവിടെ വനങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ ഇവർ വേട്ടയാടുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടകം കാണിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ആടിനെ മേയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അറേബ്യയിലല്ലേ? നോക്കിയേ, മരുഭൂമികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ വൻകരകളിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. സഹാറ ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ മരുഭൂമികളാണ് ഉള്ളത്? സഹാറ, കലഹാരി, അറേബ്യൻ മരുഭൂമി. ചിലപ്പോൾ ചോദിക്കാട്ടെ മരുഭൂമികൾ പെടാത്ത ഏതെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു മരുഭൂമി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് പഠിച്ചു വയ്ക്കണം. മരുഭൂമികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. സഹാറ, കലഹാരി, അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറ്റക്കാമ, മൊഹേവ്. അപ്പോൾ സഹാറ മരുഭൂമി നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കലഹാരി അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറ്റക്കാമ മൊഹേവ് എന്നിവയ്ക്ക് എന്താണ്? മരുഭൂമികളാണ്. അറ്റക്കാമ, മൊഹേവ്. ഇനി ഇവിടുത്തെ സവിശേഷത എന്താണെന്ന് നമുക്ക് നോക്കാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. അപ്പോൾ എന്താ പറയുന്നത്? താപമാണല്ലേ പറയുന്നത് ഇവിടെ. എന്താണ് പറയുന്നത്? പകൽ താപം വളരെ കൂടുതലാണ്, എന്നാൽ രാത്രി താപം വളരെ കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ അവിടെ എന്താണ്? മഴ തീരെ കുറവാണ്. അപ്പോൾ പകൽ എന്ന് പറയുന്നത് നല്ല ചൂടാണ്, രാത്രിയിൽ ഭയങ്കര ഇത് കുറവാണ് അല്ലേ? അതുപോലെ ശൈത്യകാലത്താണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്? പകൽ നല്ല ഇത് കുറവാണ് അല്ലേ? താപം കുറവാണ്. അതുപോലെ തന്നെ ഉഷ്ണകാലം പക്ഷേ എന്താണ്? നല്ലതായിട്ട് ചുട്ടുപൊള്ളുന്ന കാലമാണ്. ഇനി ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾ ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന സസ്യജാലങ്ങൾ അവിടുത്തെ? ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾ ചെടികൾ, കള്ളിമുൾ ചെടികളും അക്കേഷ്യയൊക്കെയാണ് ഈ ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കള്ളിമുൾ വർഗ്ഗ സസ്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല? ഇലകൾ ഉണ്ടായിരിക്കില്ല. കള്ളിമുൾ വർഗ്ഗ സസ്യങ്ങൾക്ക് ഇലകൾ ഉണ്ടായിരിക്കും ഇല്ല അല്ലേ? മാംസളമായ കാണ്ഡമായിരിക്കും. അവിടെ വെള്ളമൊന്നും കിട്ടാത്ത കാരണം അവിടെ എന്താണ്? മാംസളമായ കാണ്ഡമായിരിക്കും. പക്ഷെ എന്താ? അവിടെ ഇലകളൊന്നും ഉണ്ടായിരിക്കില്ല ഈ കള്ളിമുൾ ചെടികൾക്ക്. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഉഷ്ണമരുഭൂമിയിൽ എന്താണ്? ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ താമസിക്കുന്ന ജീവികളായിരിക്കില്ല അവിടെ ഉണ്ടായിരിക്കാം. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേള്, പല്ലി വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഇതിൽ പെടുന്നവയാണ്. സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുന്ന അവരാണ് ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേൾ, പല്ലി വർഗ്ഗങ്ങൾ. ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ഓരോ പിക്ചറുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രജന
വിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാന ജീവിതോപാധി ഏതാന്ന് പറഞ്ഞു? വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതോപാധി എന്ന് പറയുന്നത് വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ്. അതുപോലെ തന്നെ മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. ഉഷ്ണമരുഭൂമികളിൽ എന്താണ്? മരുപ്പച്ചകൾ മാത്രം കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കില്ല. അവിടെയാണ് കൂടുതലായിട്ടും എന്ത് കാണപ്പെടുന്നത്? ജനവാസ മേഖലകൾ കാണപ്പെടുന്നത്. മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് സ്ഥിരം ജനവാസ മേഖലകൾ കാണുന്നത്. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഓസീസ് എന്ന് വിളിക്കുന്നത് എന്താണ്? മരുഭൂമികളിൽ നമ്മൾ പറഞ്ഞില്ലേ ജലം കുറവാണെന്നുള്ളത്. അങ്ങനെ ജലം ലഭ്യത മാത്രമുള്ള ഒരു സ്ഥലങ്ങൾ ഉണ്ടായിരിക്കില്ല. നോക്കി, ഈ ജലലഭ്യമായ പ്രദേശങ്ങളെയാണെന്ന് വിളിക്കുന്നത് മരുപ്പച്ച എന്ന് വിളിക്കുന്നത്. ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായിട്ട് കാണപ്പെടില്ലേ. അവിടെ വെള്ളമുള്ള കാരണം ജനവാസ മേഖലകൾ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ജന്തുക്കളും അതുപോലെ തന്നെ എന്താ സസ്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് കാണപ്പെടും. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ തടം അല്ലേ. ആഫ്രിക്കയിലെ നൈൽ തടമാണ് ഇതിന് കൂടുതലായിട്ട് ഉഷ്ണമരുഭൂമികൾക്ക് എക്സാമ്പിൾ പറയുന്നത്. സ്ഥിര ജനവാസ മേഖലയാണ് ഈ ആഫ്രിക്കയിലെ നൈൽ തടം എന്ന് പറയുന്നത്. അവിടുത്തെ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഉഷ്ണമരുഭൂമികളിലെ പ്രവർത്തനം പോലെ തന്നെയാണ് കൃഷിയും കന്നുകാലി വളർത്തലും പോലെ തന്നെയാണ് അവരുടെ ജീവിതോപാധി എന്ന് പറയുന്നത്. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. കാരണം ഇവിടെ എന്താണ്, ഇവർ കൂടുതലായിട്ടും ഈ ജലത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന കാരണം അവിടെ ഇതൊക്കെ കൃഷി ചെയ്യാം. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരുത്തിയൊക്കെ കൃഷി ചെയ്യാം. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റില്ല അല്ലേ. അവിടെ കൂടുതലും കൃഷിയും കന്നുകാലികളുള്ള കാരണം പാലൊക്കെ ആയിരുന്നില്ലേ അവർ കുടിച്ചിരുന്നത്. നോക്കി പാല്, അതുപോലെ തന്നെ തിനവിളകൾ, ഈന്തപ്പഴമൊക്കെ ആ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നതാണ് അല്ലേ. മാംസം, തിനവിളകൾ, ഈന്തപ്പഴമൊക്കെയാണ് അന്ന് അവർ കഴിച്ചിരുന്നത്. ഉഷ്ണമരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. ഉഷ്ണമരുഭൂമികളിൽ എന്തുണ്ട്? ധാതു നിക്ഷേപങ്ങൾ കൂടുതലാണ്. അത് കാരണം തന്നെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് വായിച്ച് നോക്കാം. ഇനി എന്താണ്? ഈജിപ്തിലാണല്ലേ നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്താണ്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് പറയുന്നത്? നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. നമ്മൾ പറഞ്ഞില്ല അവിടെ കൂടുതലും മരുഭൂമികളാണ് ഉള്ളത്. പക്ഷേ നൈൽ തടം എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമിയല്ല അല്ലേ. ഇപ്പോൾ നൈൽ തടം എന്ന് പറയുന്നത് ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചെന്ന് മാത്രമല്ല ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠവുമായ മണ്ണുമാണ്. ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതും അതുപോലെ തന്നെ നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രതമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം എന്ന് പറയുന്നത്. നൈലിൻ്റെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചോദിക്കാട്ടോ, ഈജിപ്തിൻ്റെ ജീവരക്തം, ഈജിപ്തിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നൈലാണല്ലേ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്താണ്. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് പറയുന്നത് എന്താണ്? നൈലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ധാതു നിക്ഷേപങ്ങളുണ്ട് അല്ലേ. ഇവിടെ നന്നായിട്ട് ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് പറഞ്ഞു. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ സ്ഥലങ്ങളെല്ലാം ധാതു നിക്ഷേപങ്ങളാൽ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ അവിടെ അതും ഇതാക്കിയിട്ട് എന്തുണ്ടായിരിക്കും, കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണല്ലേ പല സിറ്റികളും വളർന്നു വന്നത്. അങ്ങനെ എന്ത് സംഭവിച്ചു? അതിന് ഫോർ എക്സാമ്പിളാണ് ഇപ്പോൾ അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ അറേബ്യൻ നാടുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് പെട്രോളിയം ഖനനമാണ് നടക്കുന്നത്. അപ്പോൾ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ആ ഒരു അവിടുത്തെ വളർച്ചയ്ക്ക് എന്തായിട്ടുണ്ടാവുക, ആധാരമായിട്ടുണ്ടായിരിക്കാം. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുക. കാരണം എന്താണ്? അവിടെ നല്ല വെയിലാണ് അല്ലേ, നല്ല ചൂടാണ്. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. ഓക്കെ ആണല്ലോ.
ഇനി മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ഒട്ടകമാണല്ലേ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത്. മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് ഇവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്തുവാനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾ മരുഭൂമിയിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പൊതിയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ ഒട്ടകം എന്ന് പറയുന്നത് എന്താണ്? ഒട്ടകം എന്ന് വെച്ചാൽ എന്താണ്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകമാണ്. കാരണം ഒട്ടകത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം സംഭരിച്ച് വയ്ക്കാനുള്ള ശരീരത്തിൽ അറകൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ശരീര താപനില എന്ന് പറയുന്നത് മിതമായിട്ട് നിലനിർത്താനുള്ള കഴിവ് എന്തുണ്ട്? ഒട്ടകങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കാൽവിരലുകൾ മണലിൽ പൊതിയാതിരിക്കുന്നതിന് വേണ്ടി ആണ് അതുപോലത്തെ കാൽവിരലുകളാണ്. അതുപോലെ തന്നെ ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളാണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് മണൽക്കാറ്റുകളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മഞ്ഞുരുകാതെ നാട്ടിലെ മഞ്ഞിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കി ഇവിടെ നോക്കി എന്തൊട്ടാണ് മഞ്ഞുകട്ട കൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കിയത് കാണുന്നുണ്ട് അല്ലേ? നോക്കൂ, ഇഞ്ഞൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണിത്. ഇഞ്ഞൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ എന്താ വിളിക്കാം? ഇഗ്ലൂ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ്? ഇഗ്ലൂ എന്നാണ് ഈ മഞ്ഞ് കട്ടയെ വെച്ചിട്ട് വീടുണ്ടാക്കുന്നതിന് വിളിക്കുന്നത് ഇഗ്ലു എന്നാണ് ഇതിനെ പേര്. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുകൂടി മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇഞ്ഞൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ഞൂട്ടുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇഞ്ഞൂട്ടുകാർ. വർഷത്തിൽ തുടർച്ചയായിട്ട് 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. അപ്പോൾ 6 മാസം പകലാണെങ്കിൽ 6 മാസം എന്താണ്? രാത്രിയാണ്. പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരെയാണ് ഇഞ്ഞൂട്ടുകാർ എന്ന് പറയുന്നത്. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ഇവരുടെ ജീവിത ഉപാധി. അതുപോലെ ചെറു സമൂഹങ്ങളായി സ്ഥിരമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? സഞ്ചാരവേളയിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇഞ്ഞൂട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ്? 6 മാസം പകലും 6 മാസം രാത്രിയാണല്ലേ. അതുപോലെ തന്നെ മൃഗവേട്ടയും എന്താണ് പറഞ്ഞത്? മത്സ്യബന്ധനവുമാണ് ജീവിതോപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല? വസിക്കുന്നില്ല അല്ലേ. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങളുമായിട്ട് ആവശ്യ സാധനങ്ങൾ കൈമാറ്റങ്ങൾ നടത്തുന്നു. അപ്പോൾ അവർ ഏതാനും എന്താണ്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ്. അപ്പോൾ ആവശ്യ സാധനങ്ങളൊക്കെ കൈമാറ്റങ്ങൾ നടത്തുന്നുണ്ട്. തിമിംഗലത്തിന് എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചും ഇവർ വീടുകൾ നിർമ്മിക്കാറുണ്ട്. മഞ്ഞുകാലത്ത് നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? മഞ്ഞ് ഉപയോഗിച്ചിട്ടില്ലേ, ഐസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് എന്ത് പണിയുന്നത്? വീട് പണിയുന്നത്. എന്നാൽ തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചിട്ട് ഇവർ എന്ത് ചെയ്യാറുണ്ട്? വീടുകൾ നിർമ്മിക്കുവാറുണ്ട്. മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന ഇതിനെ വാസസ്ഥലത്തെയാണ് ഇഞ്ഞൂട്ടുകൾ എന്ന് പറയുന്നത്. ഇഞ്ഞൂട്ടുകൾ അങ്ങനെ ആക്കുന്നതിനാണ് ഇഗ്ലു എന്ന് പറയുന്നത്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. അപ്പോൾ 6 മാസം പകൽ 6 മാസം എന്താണ്? 6 മാസം പകലാണെന്നുണ്ടെങ്കിൽ 6 മാസം എന്താന്ന് പറഞ്ഞത്? 6 മാസം രാത്രിയാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. അവിടെ കൂടുതൽ ശൈത്യകാലമാണ്. അപ്പോൾ ശൈത്യകാലത്ത് എന്ത് ചെയ്യുന്നില്ല? അവർ 6 മാസമാണ് ശൈത്യകാലം ഉണ്ടായിരിക്കുക. ആ സമയത്ത് ഇവർ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഈ കാലത്ത് ഇവരുടെ ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കും അല്ലേ. ഇവർ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കണം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽപ്പെടും. അപ്പോൾ എന്താണ് ഇവരുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത്? തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളൊക്കെ ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽപ്പെടും.
വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇന്യൂട്ടുകൾ ഈ മേഖലയിൽ സാധാരണമാണ്. അപ്പോൾ ഇവർ വളർത്തുനായകൾ വലിക്കുന്ന എന്താണ്? സ്ലെഡ്ജിലെ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നു അല്ലേ? ഇവർ സഞ്ചരിക്കുന്നത് ഏതാണ്? വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66° വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയെ തുന്ദ്ര മേഖല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് തുന്ദ്ര മേഖല? ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥ മേഖല എന്താണ്? 66°. നമ്മൾ നേരത്തെ പറഞ്ഞത് 10, 20, 30 ഒക്കെ പറഞ്ഞല്ലേ? ഇനി 66° വടക്കാണ് പറയുന്നത്. അപ്പോൾ ഉത്തര ധ്രുവത്തെ ചുറ്റിയാണല്ലേ സ്ഥിതി ചെയ്യുന്നത് ഏത് മേഖല എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഇന്യൂട്ടുകാർ താമസിക്കുന്ന ഈ മഞ്ഞിരിക്കുന്ന മേഖല ഏതാണ്? മഞ്ഞ് മേഖല എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇന്യൂട്ട് ഗോത്രവർക്കാർ താമസിക്കുന്നത് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന വാസസ്ഥലങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ? ഇന്യൂട്ടുകാർ വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽവസ്ത്രമായിട്ടും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളും ആയിട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്യൂട്ടുകാർ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് എന്താണ്? സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെയാണ് വേട്ടയാടുന്നത്. ഇവയുടെ മാംസം ഭക്ഷണമായിട്ടും തുകൽവസ്ത്രമായിട്ടും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായിട്ടൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ? മാംസം ഭക്ഷണമായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ തുകൽവസ്ത്രമായിട്ട് ഉപയോഗിക്കും, എല്ലും കൊമ്പും ആയുധങ്ങളാലും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ ഇന്യൂട്ടുകാരെ കുറിച്ചിട്ട് നേരത്തെ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അവൻ പറഞ്ഞു സ്ലെഡ്ജിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ 66° വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റിയാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഈ മേഖലയെ തുന്ദ്ര മേഖല എന്നാണ് പറയുന്നത്. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസവുമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10°C ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം എന്ന് പറയുന്നത്. ഫുള്ള് ശൈത്യമാണ്. ആ കൂടി 10°C ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ലഭിക്കുന്നത്, താപം ലഭിക്കുന്നത് അല്ലേ? അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയ സസ്യങ്ങളാണ് അല്ലേ എവിടെയുള്ളത്? പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രമാണ് തല ഉയർത്തുന്നത്. ഈ പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളൊക്കെ ചെറിയ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ വേനൽക്കാലത്ത് 10° താപനില വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ മാത്രമാണ് തല ഉയർത്തുന്നത്. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്ത് പഠിച്ചു അല്ലേ? നമ്മൾ 3 മേഖലകൾ പഠിച്ചു. മധ്യരേഖ മേഖല പഠിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? തുന്ദ്ര മേഖല പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഭൂമിയിലെ വ്യത്യസ്തവും വൈവിധ്യപൂർണ്ണമായ 3 കാലാവസ്ഥ മേഖലകൾ നമുക്ക് മനസ്സിലായി അല്ലേ? ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യ മേഖല നമ്മൾ പഠിച്ചതിലൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലേ? ഉഷ്ണമേഖല വന്നു, മിതോഷ്ണ മേഖല വന്നു, ശൈത്യ മേഖലയും പഠിച്ചു നമ്മൾ. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകൾ വേറെയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കി നോക്കി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത്? ഉഷ്ണമേഖലയുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഭൂമധ്യരേഖയ്ക്ക് ഇപ്പുറത്ത് 10° സമയം ഇതിലൊക്കെയാണ് വരുന്നത് ഉഷ്ണമേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 30° വടക്കും തെക്കായിട്ട് മിതോഷ്ണ മേഖലയുണ്ട്. പിന്നെ 90° വടക്ക്, അതുപോലെ തന്നെ 90° തെക്കുണ്ട് അല്ലേ? അതുപോലെ തന്നെ 66° നമ്മൾ പറഞ്ഞല്ലോ ശൈത്യ മേഖലയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യസ്ത അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂമിയിൽ വിവിധ താപീയ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? താപീയ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് താപനിലയുടെ അടിസ്ഥാനത്തിലാണ്. ഈ താപീയ മേഖലകൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുമുണ്ട്. ഈ ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം. എന്താണ്? ഏതൊക്കെയാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണം? ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം അല്ലേ? പിന്നെ സമുദ്ര സാമീപ്യം, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കിയിട്ടാണ് കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നത്. ഇത്രയൊക്കെ ഉണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളെയാണ് കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയുന്നു അല്ലേ? ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തനതായ സവിശേഷതയുണ്ടെന്ന് പറഞ്ഞു. വിവിധ താപീയ മേഖലകളായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ എന്താണ് ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതൊക്കെ നോക്കിയിട്ടാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ മനസ്സിലാക്കുന്നത്. ഓരോ മേഖലയിലും കാലാവസ്ഥ മനുഷ്യ ജീവിതത്തിൽ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.